വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഈ റിമാർക്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. എന്താണ് ഇത്രയധികം പണി കിട്ടുക? എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഹെഡ്ലൈറ്റിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് എ സിക്കുണ്ട്, നോ എന്ന് കൊടുക്കേണ്ട സ്ഥാനത്ത് എസ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത് എത്ര പേര് സർവീസ് ബില്ല് ശ്രദ്ധിക്കാറുണ്ട്? പലപ്പോഴും സർവീസ് ബില്ലിനെ കുറിച്ച് നമുക്കെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. എന്നാൽ സർവീസ് ബില്ല് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ശേഷം ചെറിയ ചെറിയ പണികൾ വരുന്നതിനെക്കുറിച്ച് എത്ര പേര് നോക്കിയിട്ടുണ്ട്? റിമാർക്സ്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് ബില്ലിൽ വരുന്ന റിമാർക്സ് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഈ റിമാർക്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. എന്താണ് ഇത്രയധികം പണി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു വോയിസ് ക്ലിപ്പും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇട്ട് തന്നിട്ടുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് നിങ്ങൾക്കും 8ന്റെ പണി കിട്ടുന്ന കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. അപ്പം ഒരു വാഹനം സർവീസിന് കൊടുത്ത് സർവീസിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെ പാർട്സുകൾ മാറി, എന്തൊക്കെ സർവീസ് ചെയ്തു എന്ന് നോക്കുന്ന പോലെ തന്നെ റിമാർക്സ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കണം. കാരണം ഇപ്പോഴത്തെ സർവീസ് സെൻറ്ററിൽ ഇവർക്ക് ഇതിൻ്റെ എല്ലാം ഡയഗ്നോസ്റ്റിക് ചെക്ക് ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഡയഗ്നോസ്റ്റിക് ചെക്ക് ചെയ്തതിന് ശേഷം എസ് ഓർ നോ കോളത്തിൽ ഏതെങ്കിലും രീതിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കംപ്ലയിൻസ് നമ്മുടെ ജോബ് കാർഡിൽ ഇൻബിൽറ്റ്, അല്ലെങ്കിൽ അവർ എസ് കൊടുത്തു കഴിഞ്ഞാൽ, നോ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഹെഡ്ലൈറ്റിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് എ സിക്കുണ്ട്, നോ എന്ന് കൊടുക്കേണ്ട സ്ഥാനത്ത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എ സിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ള രീതിക്ക് തന്നെ അവിടെ ഹിസ്റ്ററിയിൽ വരും. നാളെ ഒരു സമയത്ത് നിങ്ങൾ വാഹനം കൊടുക്കുകയാണ്, അഥവാ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രോബ്ലം ആവും. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കണ്ടിട്ട് അവരെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയും, സാറേ കുഴപ്പമില്ല, അറിയാതെ മിസ്റ്റേക്കലി വന്നതാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് തള്ളിക്കറിയരുത്. എൻ്റെ വണ്ടി ലാസ്റ്റ് ബേദന സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സർവീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നമല്ല, ഓക്കെ എന്നിട്ട് വിട്ടതാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വരുന്ന മാറ്റി ആപ്പിൽ പോയി നോക്കുമ്പോൾ ഹെൽത്ത് റിപ്പോർട്ട് ഉണ്ട്. ആ ഹെൽത്ത് റിപ്പോർട്ടിലാണ്, ഒബ്സർവേഷനിലാണ് ഈ ഒരു സംഭവം ഓടോമീറ്റർ കംപ്ലൈൻറ്റും റിലേ ഒക്കെ ഡാമേജ് ആണെന്നുള്ളത്. ഇത് ഇതിൻ്റെ അഡ്വൈസറെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അഡ്വൈസർ അടുത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്, അറിയാണ്ട് ഓപ്ഷൻ ക്ലിക്കാക്കി പോയതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഹിസ്റ്ററി കിടക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഫ്രീ ആകുമ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? ഹിസ്റ്ററിയിൽ കിടക്കുകയാണെങ്കിൽ ഓടോമീറ്റർ കംപ്ലൈൻറ്റ് കാണാൻ ഭയങ്കര മേജർ പ്രശ്നമല്ലേ, അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ആപ്പിൽ സർവീസ് ഹെൽത്ത് എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ടിലാണ് ഇത് എനിക്ക് കാണാൻ പറ്റിയത്. അവരോട് പറയണം, ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യാൻ പറയണം. എന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിൽ തന്നെ അത് ജോബ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇനി അങ്ങനെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ അന്നേരം നമ്മൾ അറിയില്ല. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഏകദേശം ഒരു 2 or 3 അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ വാഹനം സെയിൽ ചെയ്യുകയാണ്. അവിടെ ഒരു എ സി കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഒരു രീതിക്കുള്ള എ സിയുടെ വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അന്നേരം വാങ്ങാൻ വരുന്നയാളോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡീലേഴ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ അവർ നോക്കിയിട്ട് പറയുന്നത് എന്താണ്, ഈ വാഹനത്തിന് നേരത്തെ എ സി കംപ്ലയിൻറ്റ് വന്നിട്ട് നിങ്ങൾ പുറത്ത് കൊടുത്തത് റിപ്പയർ ചെയ്തു, അതുപോലെ നിങ്ങൾ പുറത്ത് എന്തൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഇങ്ങനൊരു കാര്യം ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് വളരെ കൃത്യമായിട്ട് അരിച്ചു പെറുക്കി, അതായത് ഒരു സർവീസ് ബില്ല് കിട്ടുന്ന സമയത്ത് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് റിമാർക്സ് ഉൾപ്പെടെ നിങ്ങൾ നോക്കിയിരിക്കണം. ജോബ് കാർഡ് വെരിഫൈ ചെയ്തിരിക്കണം. നിങ്ങൾ പറഞ്ഞ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ജോബ് കാർഡിലുണ്ടോ, ആ ജോബ് കാർഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ആ ജോബ് കാർഡ് നിങ്ങൾ കണ്ടിരിക്കണം. അതായത് ആസ് എ കസ്റ്റമർ ജോബ് കാർഡ് സൈൻ ചെയ്യുമ്പോൾ ജോബ് കാർഡ് വളരെ വ്യക്തമായിട്ട് നോക്കി അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ടോ. ഇനി ക്ലിയർ ആക്കിയിട്ടില്ല, കസ്റ്റമർ വില്ലിങ് അല്ലെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വില്ലിങ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ചോണം. ഇത് വാറണ്ടി ഉള്ള വാഹനത്തിനും വാറണ്ടി ഇല്ലാത്ത വാഹനത്തിനും ആവശ്യമാണ്. അതുപോലെ തന്നെ വാറണ്ടി ഉള്ള വാഹനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഏതെങ്കിലും രീതിക്ക് നാളെ ഇതൊരു പ്രശ്നം വരികയാണെങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വാറണ്ടിയിൽ മാറിത്തരേണ്ട ഒരു പാർട്സ് അവർ വാറണ്ടി പീരീഡിൽ മാറി തന്നില്ലെങ്കിൽ പോലും വാറണ്ടി കഴിഞ്ഞാണല്ലോ നിങ്ങൾക്ക് ആ ഒരു പാർട്സ് മാറി കിട്ടും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി നമ്മുടെ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്.